Good morning, girls. Our next topic is different types of companies. Important ആണ് എസ് ഐക്ക് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ ബേസിസിലാണ് കമ്പനീസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. So first, on the basis of incorporation, companies are of three types. They are chartered companies, statutory companies, and registered companies. Okay. On the basis of incorporation എന്ന് പറഞ്ഞാൽ formation. Okay. Then second classification is on the basis of liability. So on the basis of liability, company may be classified into limited company and unlimited company. Limited company തന്നെ limited companies limited by shares ഉണ്ടാവാം, companies limited by guarantee. അപ്പോൾ on the basis of liability, companies limited by shares, companies limited by guarantee and അൺലിമിറ്റഡ് കമ്പനീസ്. ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ഇസ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. സോ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് എ കമ്പനി മേ ബി പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് എ വൺ പേഴ്സൺ കമ്പനി. ഈ വൺ പേഴ്സൺ കമ്പനി 2013 ആക്ട് അനുസരിച്ചിട്ട് വന്നിട്ടുള്ളൊരു പ്രൊവിഷനാണ്. ഓക്കെ. Then next one is on the basis of control. On the basis of control, companies may be of holding company and subsidiary company. ആ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി. Then last, on the basis of ownership, companies are classified into ഗവൺമെൻറ് കമ്പനീസ് ആൻഡ് നോൺ ഗവൺമെൻറ് കമ്പനീസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാൻ പോവാണ്. ഇന്ന് ഏതെങ്കിലും 1-2 ടൈപ്പ് എടുക്കുന്നുള്ളൂ കേട്ടോ, ബാക്കി നാളെ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ കമ്പനീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു, അതായത് ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ കമ്പനീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഏതൊക്കെയാണ്? ചാർട്ടേഡ് കമ്പനീസ്, ദെൻ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആൻഡ് രജിസ്റ്റേർഡ് കമ്പനീസ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്നുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അല്ലെങ്കിൽ ആക്ട് പാസ് ചെയ്യുകയാണ് പാർലമെൻറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൽ. അപ്പം അങ്ങനെ ഒരു പ്രത്യേക എന്താ പറയുക സ്റ്റാറ്റ്യൂട്ട് പ്രകാരമോ നിയമപ്രകാരമോ ഫോം ചെയ്തിരിക്കുന്ന കമ്പനീനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയാം. അപ്പോൾ ദ ഫോം ഓഫ് ഇൻകോർപ്പറേഷൻ ഇസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ടു പ്രൊമോട്ട് പബ്ലിക് യൂട്ടിലിറ്റി എൻ്റർപ്രൈസസ് such as railway, gas, electricity companies and Reserve Bank of India, അതേപോലെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആൻഡ് UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കേട്ടിട്ടില്ലേ? These companies are formed in the case of national importance. Okay, but these companies do not have any memorandum or articles of association and they derive their powers from the act constituting them. ഓക്കെ, അവർക്ക് പ്രത്യേകമായിട്ടൊരു മെമ്മോറാണ്ടോ അങ്ങനെയൊന്നും ഫോം ചെയ്യുന്നില്ല. അവർ ഏത് നിയമപ്രകാരമാണോ നിലവിൽ വന്നിരിക്കുന്നത് ആ നിയമത്തിൻ്റെ പ്രാബല്യത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 അപ്ലൈ ടു ദം ഇഫ് ദേ ആർ നോട്ട് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദാറ്റ് സ്പെഷ്യൽ ആക്ട്. ഓക്കെ, അപ്പോൾ ഏത് ആക്ട് പ്രകാരമാണോ അവർ ഫോം ചെയ്തിരിക്കുന്നത് അത് പ്രകാരമല്ല പോകുന്നതെങ്കിൽ 2013 കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസൊക്കെ അവർക്ക് ബാധകമായിരിക്കും. അപ്പോൾ ക്ലിയർ ആണോ? അപ്പോൾ എക്സാമ്പിൾസ് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ എഴുതുക. RBI, LIC, UTI ആർ എക്സാമ്പിൾസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. Then second classification is registered companies. Registered companies എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ these are the companies formed under Companies Act 2013 or some earlier Companies Act
2013 ആക്ട് കുറേ അമെൻമെൻ്റ് ഒക്കെ വന്നിട്ടുള്ളൊരു ആക്ടാണല്ലോ. അതിൻ്റെ മുന്നേ ഉണ്ടല്ലോ കമ്പനീസ് ആക്ട്, 1956 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാവാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒന്നുകിൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് നിലവിലുള്ള ഏതെങ്കിലും ഒരു കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രജിസ്റ്റേർഡ് കമ്പനീസ്. ഓക്കെ, അപ്പോൾ സച്ച് കമ്പനീസ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്, ഓൺലി വെൻ ദേ ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട് ആൻഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഹാസ് ബീൻ ഇഷ്യൂഡ് ബൈ ദി രജിസ്ട്രാർ. എന്നാൽ മാത്രമേ ഉള്ളൂ ആ കമ്പനികൾ നിലവിൽ വരുള്ളൂ. സോ പബ്ലിക് രജിസ്ട്രേഷൻ ഇസ് എസെൻഷ്യൽ, ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ദീസ് ടൈപ്പ് ഓഫ് കമ്പനീസ്. ഓക്കെ, അപ്പോൾ ദീസ് കമ്പനീസ് ഡിറൈവ് ദിയർ പവേഴ്സ് ഫ്രം ദ കമ്പനീസ് ആക്ട് ആൻഡ് ഫ്രം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ഇറ്റ്സ് ഇൻറ്റേർണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇൻറ്റേർണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഏതിലാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക എന്ന് അറിയോ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഈ കമ്പനികൾക്ക് അവരുടെ എല്ലാ പവേഴ്സും അതോറിറ്റിയൊക്കെ ഏതിൽ പറയുന്നുണ്ടാവുന്ന പറയുന്നത്, അവരുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റായ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ അഫെയേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ്. ഈ രണ്ടെണ്ണത്തിലാണ് അവരുടെ പവേഴ്സൊക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ടാവുക അവർക്ക്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണോ? അപ്പം സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്താണെന്ന് മനസ്സിലായി, രജിസ്റ്റേർഡ് കമ്പനി മനസ്സിലായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് വൺ ഇസ് ചാർട്ടേഡ് കമ്പനീസ്. ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഏതാന്ന് വെച്ചാൽ, ദിസ് ഫോം ഓഫ് കമ്പനി കുഡ് ബി ഫോംഡ് ബൈ ദ ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ക്രൗൺ ഹാസ് ഓൾവേസ് ഹാഡ് ദ പവർ ടു ഗ്രാൻഡ് ചാർട്ടർ ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് ഇറ്റ് വാസ് ബൈ ദിസ് മീൻസ് ദാറ്റ് ചാർട്ടേഡ് കമ്പനീസ് വെയർ ഫോംഡ്. അതായത് നിങ്ങൾക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതേമാതിരി ചാർട്ടേഡ് ബാങ്ക്, എക്സാമ്പിൾസാണ് പറയുന്നത്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എക്സെട്ര ആർ സച്ച് ടൈപ്പ് ഓഫ് കമ്പനീസ് വെർ ഇൻ existence in India before independence and at present such companies do not exist in India. കേട്ടോ, അത് ഓർത്തിരിക്കണം. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഒരു പ്രത്യേക, അവരൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ക്രൗൺ. ഓക്കെ, അപ്പോൾ എ ചാർട്ടേഡ് കമ്പനി ഈസ് റെഗുലേറ്റഡ് ബൈ ദി ചാർട്ടർ ഇൻകോർപ്പറേറ്റിംഗ് ഇറ്റ്. ഏത് ചാർട്ടർ പ്രകാരമാണോ ആ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അത് പ്രകാരമാണ് ആ കമ്പനീൻ്റെ നടത്തിപ്പ് മുഴുവൻ. ആൻഡ് ദ കമ്പനീസ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു ഇറ്റ്. അത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ എന്താണ് 3 types ഓഫ് കമ്പനീസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ കമ്പനീസ് ആർ ഓഫ് 3 types. ഏതൊക്കെയാണ്? ചാർട്ടേഡ് കമ്പനീസ്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്, രജിസ്റ്റേർഡ് കമ്പനീസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റിയാണ്. On the basis of liability, companies are of 3 types. ഏതൊക്കെയാണ്? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനീസ്. ഞാൻ ആദ്യം കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ് പറയാൻ പോണത്. അപ്പോൾ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കമ്പനീസിനെയാണ് പറയുന്നത്? ഇവിടെ a company having the liability of its members limited by the memorandum to the amount ഏതാണ്, if any unpaid on the shares respectively held by them. അതായത് ഇറ്റ് ഈസ് എ കമ്പനി വെയർ ദ ലയബിലിറ്റി ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് റിമൈൻസ് ലിമിറ്റഡ് ടു ദ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. അതായത് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ 10,000 ഷെയർസ് ഓഫ് 10 ഈച്ചാണ് ഹെൽഡ് ചെയ്യുന്നതെങ്കിൽ ആ ഷെയർ ഹോൾഡറിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് 1 lakh ആണ്. ഇപ്പോൾ അയാൾ ആ 10 എന്നുള്ളതിൽ 7 പെയ്ഡാണ്, 3 ഇനി അൺപെയ്ഡ് ആയിട്ടുള്ളൂ എങ്കിൽ അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് 10,000 × 3 30,000 കൊടുത്താൽ മതി. ബിക്കോസ് ഹി ഹാസ് ഓൾറെഡി പെയ്ഡ് 70,000. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ ഷെയർ ഹോൾഡർ ഹാസ് ഓൾറെഡി പെയ്ഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹിസ് ഷെയർ,
he shall have no further liability at all. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇഫ് എനി എമൗണ്ട് ഇസ് റിമൈൻഡ് അൺപെയ്ഡ് ഓൺ ഷെയർസ്, it can be called up at any time during the lifetime of the company or at the time of winding up. Hence, in the case of these companies, a shareholder cannot be called upon to pay more than the amount remaining unpaid on his shares, and his personal asset cannot be called upon for the payment of the liabilities of the company എന്നാ പറയുന്നത്. ഓക്കെ, if he has already paid the amount on the shares purchased by him. ക്ലിയർ ആണോ? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണ്. അപ്പോൾ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കമ്പനി ഹാവിങ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാണ്ടം ടു സച്ച് എമൗണ്ട് ആസ് ദ മെമ്പേഴ്സ് മേ റെസ്പെക്റ്റീവ്ലി അണ്ടർടേക്ക് ബൈ ദ മെമ്മോറാണ്ടം to contribute to the assets of the company in the event of its being wound up. അതായത് ഈ ഗ്യാരണ്ടി ഗ്യാരണ്ടി അത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ദ ലയബിലിറ്റി ഓഫ് എ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദി എമൗണ്ട് ഹി ഹാസ് വോളണ്ടറിലി അണ്ടർടേക്കൺ ടു കോൺട്രിബ്യൂട്ട് towards the assets of the company to meet any deficiency at the time of its winding up. Such a company may or may not have a share capital. അപ്പോൾ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി ഇപ്പോൾ അടച്ചു പൂട്ടുകയാണ്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഈ അസറ്റ്സ് ഒക്കെ എത്രയാണോ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ, അതായത് കടങ്ങൾ തീർക്കാനുണ്ടാവുമല്ലോ അടച്ചു പൂട്ടുന്ന സമയത്ത്, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള എത്രയാണോ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എഗ്രി ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള ആ കോൺട്രിബ്യൂഷൻ അനുസരിച്ചിട്ടിരിക്കും അവരുടെ ലയബിലിറ്റി. ഇപ്പം എ എന്ന് പറഞ്ഞൊരു ഷെയർ ഹോൾഡർ ഇസ് റെഡി ടു കോൺട്രിബ്യൂട്ട്, ഹി ഹാസ് അഗ്രീഡ് ടു കോൺട്രിബ്യൂട്ട് 10 lakh അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. അപ്പോൾ അയാളുടെ ലയബിലിറ്റി, മാക്സിമം ലയബിലിറ്റി എന്ന് പറയുന്നത് 10 lakh ഉള്ളൂ. കോടികൾ കടം ഉണ്ടെങ്കിലും ഹീ ഈസ് റെസ്പോൺസിബിൾ ഓൺലി ഫോർ ദിസ് 10 lakh. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കമ്പനിക്കാണ് എന്തെന്ന് പറയുന്നത്? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയും. അൺലിമിറ്റഡ് എന്നുള്ള ആ വേർഡ് തന്നെ മനസ്സിലായിക്കോളാം. ദ കമ്പനി നോട്ട് ഹാവിങ് എനി ലിമിറ്റ് ഓൺ ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ലയബിലിറ്റി ഇൻ സച്ച് എ കേസ് എക്സ്റ്റെൻഡ് ടു personal property of the shareholder and each and every member is liable for the debts of the company. അതായത് ഇവിടെ ലയബിലിറ്റി ലിമിറ്റഡ് അല്ല, ഓരോ ഷെയർ ഹോൾഡറും പേഴ്സണലി ലയബിളാണ്. ഇപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും കടം കയറി കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, കോടികളുടെ കടം ഉണ്ടെങ്കിൽ ഈ എന്താ പറയുക ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും എന്താ പറയുക ഹീസ് ലയബിൾ അൺലിമിറ്റഡ്, അതായത് ഹിസ് ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മുഴുവൻ കൊടുത്ത് വീട്ടണം. ഇനി അതും ഇല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ടാണെങ്കിലും വീട്ടിക്കൂടാം. ഓക്കെ, സോ എൻ അൺലിമിറ്റഡ് കമ്പനിക്ക് എന്താ ഇഫ് ഇറ്റ് മേ ഓർ മേ നോട്ട് ഹാവ് എ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ്, ഇഫ് ഇറ്റ് ഹാസ് എ ഷെയർ ക്യാപിറ്റൽ ഇറ്റ് മേ ബി എ പബ്ലിക് കമ്പനി ഓർ പ്രൈവറ്റ് കമ്പനി. ഓക്കെ, ഇനി പറയുന്നത് എൻ അൺലിമിറ്റഡ് കമ്പനി മസ്റ്റ് ഹാവ് ഇറ്റ്സ് ഓൺ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇറ്റ് സ്റ്റേറ്റ്സ് ക്ലിയർലി ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് with which the company is to be registered, and if the company has a share capital, the amount of share capital with which it is to be registered. അതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് അൺലിമിറ്റഡ് കമ്പനി എന്നുള്ളത്. ക്ലിയർ ആണോ? ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, കമ്പനീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർസ്, then limited by guarantee and unlimited companies. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് on the basis of number of members. On the basis of number of members, companies are of ഏതൊക്കെയാണ് വരുന്നത്? 2 types. First one private company and second one is public company. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പബ്ലിക് കമ്പനി എന്നുള്ളത് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 271 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, സെക്ഷൻ 2 സബ്സെക്ഷൻ 71 ഓർക്കണേ. എ പബ്ലിക് കമ്പനി മീൻസ്
a company which is not a private company. And second one has a minimum paid up share capital of 5 lakh rupees or such higher paid up capital as may be prescribed. And third point, a company which is a subsidiary of a public company shall be deemed to be a public company even where such company continues to be a private company. ഈ 3 പോയിൻറ്റ്സാണ് പബ്ലിക് കമ്പനീൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല? ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പിന്നെ 2 പോയിൻറ്റ് പറയുന്നത് അവരുടെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 5 lakh rupees ആവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനിയിപ്പം എത്രയാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, സച്ച് ഹയർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്. മിനിമം 5 lakh ഉണ്ടാവണം എന്നേ ഉള്ളൂ. ദെൻ എ കമ്പനി വിച്ച് ഇസ് എ സബ്സിഡിയറി ഓഫ് എ പബ്ലിക് കമ്പനി, ഒരു പബ്ലിക് കമ്പനീൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും കൂടെ പബ്ലിക് കമ്പനീൻ്റെ അണ്ടറിലാണ് നമ്മൾ പെടുത്തുന്നത്. അപ്പോൾ ആ 3 പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക, എന്താണ് പബ്ലിക് കമ്പനി എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ഫീച്ചേഴ്സൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു ഫോം എ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് 7 persons ആണ്. മാക്സിമം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakhs ആണ്. മാക്സിമം എത്രയും ആവാം. പിന്നെ ദ ഷെയർസ് ഓഫ് എ പബ്ലിക് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഷെയർസ് ഒരാളുടെ അടുത്ത് നിന്ന് വേറൊരാളുടെ അടുത്തേക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ പബ്ലിക് കമ്പനി ക്യാൻ ഇഷ്യൂ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ടു ദ പബ്ലിക് സബ്ജക്ട് ടു ദി approval from the regulators, and it can issue a prospectus inviting the public to purchase its shares or debentures. ഈ ഡിബെഞ്ചേഴ്സും ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ് ഓഫ് കമ്പനിയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് കമ്പനിക്ക് ഷെയർസ് പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് they can issue prospectus. Then a public company has a large number of shareholders, wider capital base and large scale operation compared with പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനീനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് പബ്ലിക് കമ്പനിക്ക് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അവരുടെ ക്യാപിറ്റൽ എന്താ പറയുക, വൈഡർ ക്യാപിറ്റൽ ബേസ് ആൻഡ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 68 ഓഫ് കമ്പനീസ് ആക്ട് 2013, എ പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിംഗ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 1 lakh or such higher paid up capital as may be prescribed and which by its articles എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 1 lakh മതി. ഇനി എത്ര വേണമെങ്കിലും ആവാം, ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. വിച്ച് ആർട്ടിക്കിൾസിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. അവർക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല? അവരെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പബ്ലിക് കമ്പനി ആണെങ്കിൽ പബ്ലിക് കമ്പനിയിലെ ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്ന് നിങ്ങൾ പഠിച്ചു. ഇവിടെ എന്തിനുള്ള റൈറ്റ് ഇല്ല? ഇറ്റ് റെസ്ട്രിക്ട്സ്, ആർട്ടിക്കിൾസ് റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. Second, except in case of one person company, limit the number of its members to 200. അതായത് 1 person കമ്പനി ആണെങ്കിൽ അതൊരു ഒറ്റ ആൾ മതി. നേരെ മറിച്ച് ബാക്കി എല്ലാ പ്രൈവറ്റ് കമ്പനിയാണ്, അതിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 ആണ്. പ്രൊവൈഡഡ് ദാറ്റ് where 2 or more persons hold 1 or more shares in the company jointly, they shall for the purpose of this clause be treated as a single member. Further provided that persons who are in the employment of the company and person who having been formerly in the employment of company were the members of the company while in that employment have continued to be the members after the employment ceased. അത് നിങ്ങൾ അത്ര കാര്യമാക്കണം. നിങ്ങൾ ഇത്ര പഠിച്ചു വെച്ചാൽ മതി. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 ആയിരിക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു പോയിൻറ്റും കൂടെ ശ്രദ്ധിക്കുക. പ്രൊഹിബിറ്റ്സ് എനി ഇൻവിറ്റേഷൻ ടു പബ്ലിക്
ടു സബ്സ്ക്രൈബ് ഫോർ എനി സെക്യൂരിറ്റീസ് ഓഫ് ദി കമ്പനി. അവർക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്? ഷെയർസ് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റും ഇല്ല, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് ആ കമ്പനിയെ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീനെയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയാം. അപ്പോൾ പ്രൈവറ്റ് കമ്പനി ഒന്നും കൂടെ പറയുന്നത്, പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? എ കമ്പനി വിച്ച് ഹാസ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹1 lakh or such higher paid up capital as may be prescribed, and by its articles restrict the right to transfer its shares if any, limits the number of its members to 200 ആണ്. ഇതിൽ 50 എന്ന് എഴുതിയിട്ടുണ്ടാകും, ഒന്ന് കറക്റ്റ് ചെയ്ത് വായിക്കാം. ദെൻ പ്രൊഹിബിറ്റ്സ് എൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് for any shares or debentures of the public, and prohibits an invitation or acceptance of deposits from persons other than its members, directors or their relatives. Okay. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫോം എ കമ്പനി എന്ന് പറയുന്നത് 2 ആണ്. മാക്സിമം എന്ന് പറയുന്നത് 200 ആണ്. Okay. The private company cannot invite the public by using its prospectus to subscribe its shares or debentures. Private company restrict free transferability of shares. The private company should add the word private limited. പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു പേര് ഇപ്പം എന്താ ABC ആണെങ്കിൽ ആ ABCൻ്റെ കൂടെ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കണം അവരുടെ പേരിൻ്റെ വാലായിട്ട്. A private company enjoys certain privileges under Companies Act which are not available to the public company. ആ privileges enjoyed by public company എക്സാമിന് ചോദിക്കുന്നതാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം. അതേപോലെ എ പ്രൈവറ്റ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇസ് സ്യൂട്ടബിൾ ഫോർ ക്യാരിയിങ് ഓൺ ഫാമിലി ബിസിനസ് വെയർ ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ക്യാൻ ബി ഹെൽഡ് ബൈ എ ലിമിറ്റഡ് നമ്പർ ഓഫ്. അപ്പോൾ യൂഷ്വലി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത് ഫാമിലി ബിസിനസ്സിലാണ് വരാറ്. ഓക്കെ. ഇനി നമ്മളോട് ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ എന്താ പറയുക ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി? ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. നമ്പർ ഓഫ് മെമ്പേഴ്സ്, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം എന്ന് പറയുന്നത് 7 ആണ്, മാക്സിമം അൺലിമിറ്റഡ് ആണ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 ആൻഡ് മാക്സിമം ഇസ് 200. ഓർത്തിരിക്കാം. The name of the company, private company must add the words private limited to its name. Public company need to add only the words limited മാത്രം മതി, പ്രൈവറ്റ് എന്നുള്ള വേർഡ് വേണ്ട പബ്ലിക് കമ്പനിക്ക്. ദെൻ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പബ്ലിക് കമ്പനി ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ടു പർച്ചേസ് ഇറ്റ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ബൈ ഇഷ്യൂയിങ് പ്രോസ്പെക്ടസ്. അവർക്ക് പാടില്ല പ്രൈവറ്റ് കമ്പനിക്ക്. നേരെ മറിച്ച് പബ്ലിക് കമ്പനി ക്യാൻ ഇഷ്യൂ എ പ്രോസ്പെക്ടസ് for inviting subscription from the public for purchase of its shares or debentures. Then transfer of shares. Public companyൻ്റെ shares are freely transferable എന്ന് പഠിച്ചു നമ്മൾ. പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് പാടില്ല? പ്രൈവറ്റ് കമ്പനി restrict the free transferability of its shares. Then class of shares. ഏത് ടൈപ്പ് ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യാമെന്നാണ് പറയുന്നത്. എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ഇഷ്യൂ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ ആൻഡ് ഡെഫേർഡ് ഷെയർസ്. ഡെഫേർഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഷെയർസ് വിത്ത് ഡിസ്പ്രപ്പോർഷനേറ്റ് വോട്ടിംഗ് റൈറ്റ്. പബ്ലിക് കമ്പനിക്ക് ഏത് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ? ദേ ക്യാൻ ഇഷ്യൂ ഓൺലി ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇനി മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ്. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് 3 ആണ്. ഓർത്തിരിക്കുക, ഡയറക്ടേഴ്സിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരുന്നുണ്ട്. ദെൻ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പബ്ലിക് കമ്പനി ആണെങ്കിൽ 5 ലക്ഷം വേണം, പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ മിനിമം എത്ര മതി? 1 lakh. ക്വാറം, അതായത് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ഓർ ക്വാറം റിക്വയർഡ് ഇൻ എ മീറ്റിംഗ് ഓഫ് പ്രൈവറ്റ് കമ്പനി ഇസ് 2 persons. കമ്പനി മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് മിനിമം എത്ര ആളുകൾ ഇനിയും വേണം? ആ മീറ്റിങ്ങിൽ 2 പേര് വേണം എന്നുള്ളതാണ്. നേരെ മറിച്ച് പബ്ലിക് കമ്പനിയിലെ ക്വാറം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ്. മനസ്സിലായല്ലോ? ദെൻ ഷെയർ വാറണ്ട് എന്ന് പറയുന്നത് എ പബ്ലിക് കമ്പനി കനോട്ട് ഇഷ്യൂ ഷെയർ വാറണ്ട്. പബ്ലിക് കമ്പനി ആണെങ്കിൽ എന്താക്കാം എന്നാ പറയുന്നത്? ദേ ക്യാൻ ഇഷ്യൂ ഷെയർ വാറണ്ട്സ് വിച്ച് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. പ്രൈവറ്റ് കമ്പനിക്ക് ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ദെൻ റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ആർക്കൊക്കെയാണെന്ന് നോക്കാം. എ പ്രൈവറ്റ് കമ്പനി നീഡ് നോട്ട് ഇഷ്യൂ ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് while making additional issue of shares. നേരെ മറിച്ച് പബ്ലിക് കമ്പനി മസ്റ്റ് ഓഫർ ഇറ്റ് ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് while issuing additional shares.
ദെൻ റെസ്ട്രിക്ഷൻസ് ഓൺ ഡയറക്ടേഴ്സ് പറയുന്നുണ്ട്. മെനി റെസ്ട്രിക്ഷൻസ് ആർ ഇമ്പോസ്ഡ് ഓൺ ഡയറക്ടേഴ്സ് ബൈ Companies Act regarding the qualification, appointment, retirement, removal, etc. of directors in companies. അതേമാതിരി മാനേജറിയൽ റെമ്യൂണറേഷൻ, ഇക്കാര്യത്തിലൊക്കെ പബ്ലിക് കമ്പനീൻ്റെ കാര്യത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബട്ട് ദീസ് റെസ്ട്രിക്ഷൻസ് ആർ നോട്ട് അപ്ലിക്കബിൾ ടു പ്രൈവറ്റ് കമ്പനീസ്. അവിടേക്കാണ് പ്രൈവറ്റ് കമ്പനീസ് എൻജോയ് സം പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ സ്പെഷ്യൽ പ്രിവിലേജസ് അതെന്നെ പറയാണ്. സ്പെഷ്യൽ പ്രിവിലേജസിൽ കമ്പനീസ് ആക്ട് അലൗസ് സർട്ടൻ സ്പെഷ്യൽ പ്രിവിലേജസ് ടു പ്രൈവറ്റ് കമ്പനീസ്. നേരെ മറിച്ച് ദീസ് പ്രിവിലേജസ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു പബ്ലിക് കമ്പനീസ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് പഠിച്ചു വെച്ചോളാം. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഓൾ പ്രിവിലേജസ് ആർ എൻജോയ്ഡ് ബൈ പ്രൈവറ്റ് കമ്പനീസ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ പ്രിവിലേജസ് ആണ് പ്രൈവറ്റ് കമ്പനി എൻജോയ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫോം എ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഇസ് ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ഫയൽ എ പ്രോസ്പെക്ടസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് ബിഫോർ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. പബ്ലിക് കമ്പനിക്കാണ് അതൊക്കെ നിർബന്ധമാണ്. അതാണ് പറയുന്നത് പ്രിവിലേജസ് ആയിട്ട് പറയുന്നത്. It can proceed with the allotment of shares even before obtaining minimum subscription. അതായത് പബ്ലിക് കമ്പനിയാണെങ്കിൽ 90% മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എന്തിലേക്ക് പോകാൻ പാടുള്ളൂ, അലോട്ട്മെൻറ്റിലേക്ക് കടക്കാൻ പാടുള്ളൂ. പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനത്തെ നിയമങ്ങളൊന്നും ബാധകമല്ല. ഇറ്റ് ക്യാൻ ഇഷ്യൂ എനി ക്ലാസ് ഓഫ് ഷെയർസ്. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ, പ്രിഫറൻസ് ഷെയർസ് ഓർ ഇക്വിറ്റി ഷെയർസ് ഓർ ഡെഫേർഡ് ഷെയർസ്. Then it need not offer additional shares when issued to the existing shareholders. Additional shares exist when additional capital is needed by the company. It need not issue to the existing shareholders. Then the minimum number of directors in a private company എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2. But it is 3 in case of public. Then a director of a private company can hold directorship in more than 20 companies. അതായത് പ്രൈവറ്റ് കമ്പനിയിലെ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് 20 കമ്പനികളിലെ വരെ ഡയറക്ടേഴ്സായിട്ട് നിൽക്കാം. ഡയറക്ടർഷിപ്പ് എന്ന് പറയുന്നത് 20 കമ്പനികളിൽ വരെ വേണമെങ്കിൽ തുടരാം. Then there are no restrictions on the maximum managerial remuneration payable to the directors of private company. ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷന് ലിമിറ്റിൽ അവർക്ക് എത്ര വേണമെങ്കിലും മാനേജറിയൽ റെമ്യൂണറേഷൻ കൊടുക്കാം. Then a director of a private company can vote on a matter in which he is personally interested. Voting right ഉണ്ട്. It can appoint a person or body corporate to occupy an office of profit in the company. Then quorum required in private company meeting is 2. Then many provisions regarding general meeting, notice, quorum, ചെയർമാൻ, പ്രോക്സി, ഇങ്ങനെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നിബന്ധനകൾ പറയുന്നുണ്ട്. അതൊന്നും ആർക്ക് അപ്ലിക്കബിൾ അല്ല? പ്രൈവറ്റ് കമ്പനികൾക്ക് അപ്ലിക്കബിൾ. അതൊക്കെ പബ്ലിക് കമ്പനിക്ക് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതേപോലെ മെനി റെസ്ട്രിക്ഷൻസ് അപ്ലിക്കബിൾ ഫോർ ദി അപ്പോയിൻമെൻറ്റ്, റിട്ടയർമെൻറ്റ് ഓർ റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് ഓർ മാനേജിംഗ് ഡയറക്ടർ ഡു നോട്ട് അപ്ലൈ ടു പ്രൈവറ്റ് കമ്പനി. No government approval is required for appointment or reappointment of MD in a private company. These are the some privileges enjoyed by private companies. അപ്പോൾ ഇതും കൂടെ ഓർത്ത് വെച്ചോളാം. അപ്പോൾ നമ്മളെ ടൈപ്സ് ഓഫ് കമ്പനീസ് കഴിഞ്ഞിട്ടില്ല, ബാക്കി ഞാൻ നാളെ എടുക്കാം.